ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1980 കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇതേ കണക്കത്തെ അനുഭവങ്ങൾ ഉണ്ടായി കാണും, ഉണ്ടാവാതിരിക്കാനും ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മളതൊന്ന് കമ്പയർ ചെയ്യണം. നമുക്കുണ്ടായ ആ ദുഃഖ അനുഭവങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ഒന്നും തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പെൺകുട്ടികൾ ഋതുമതിയാകുന്നത് ഏതാണ്ട് ഒരു 10 വയസ്സ് കഴിയുമ്പോഴും ഒരു 15 വയസ്സിനകം തന്നെ എല്ലാ കുട്ടികളും ഋതുമതികളാവാറുണ്ട് ആ കാലഘട്ടത്തിലല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഈ ഹോർമോൺസ് ഒന്നും അധികം കൂടിലില്ലാത്തത് കൊണ്ട് അവർക്ക് അതൊന്ന് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ UK പഠിച്ചതും വളർന്നതും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു വളർന്ന ആ സാഹചര്യത്തിൽ നമുക്ക് സ്കൂളിലെല്ലാം ഇത് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ പീരീഡ് എന്താണെന്നും നമ്മൾ എങ്ങനെ കെയർ ചെയ്യണമെന്നും എങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണമെന്നും പാഡ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതിൻ്റെ ഹൈജീൻ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ആദ്യത്തെ ഇൻഫർമേഷൻ നമുക്ക് സ്കൂളിൽ ടീച്ചർ പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് പീരീഡ്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവോ ഇതാണ് സംഭവം. കാര്യം മിക്കവാറും കുട്ടികളാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു UK ഒരു 11 to 12 ആകുമ്പോൾ തന്നെ ഇതെല്ലാം കുട്ടികളെ പറഞ്ഞു കൊടുക്കും. കാര്യം അവർ തെറ്റായ ധാരണകളിൽ കൂടി കടന്നു പോകാതിരിക്കാനുള്ളൊരു മുൻകരുതൽ എന്നുള്ള ഞങ്ങൾ ആ ഒരു 1980 സമയത്തൊക്കെ ഞങ്ങൾ കേരളത്തിൽ വന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ പീരിയഡ്സ് എന്ന് പറയുന്നത് മാസക്കുളി എന്ന് അന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരിക്കൽ മാത്രമോ നമ്മൾ കുളിക്കാറുള്ളൂ, ബാക്കിയുള്ള ദിവസമൊന്നും നമ്മൾ കുളിക്കില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാര്യം ആ ഫണിയാണ് പറയുന്നത് മാസക്കുളി എന്നാണ് അതിന്. അപ്പോൾ അന്നത്തെ സമയത്ത് നമുക്ക് കിടക്കാനായിട്ട് തന്നിരുന്നത്, കട്ടിലെല്ലാം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. കട്ടിലിൽ നമ്മൾ കിടക്കാൻ പാടില്ല, നമ്മൾ തറയിൽ കിടക്കണം. അതുപോലെ തന്നെ പിലോ തരില്ല. പിലോയ്ക്ക് പകരം ഒരു തടി കഷ്ണം തരും. പിന്നെ ഒരു പാ പോലെ ഒരു പാ തന്നെയാണ് കേട്ടോ, പായും അതിനോട് യോജിക്കുന്ന ഒരു ഷീറ്റും തരും കേട്ടോ. ഇതിലാണ് നമ്മൾ കിടക്കാനുള്ളത്. നമ്മൾ തറയിൽ കിടക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ തറയിൽ കിടക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു മുമ്പ് ഞാൻ ഈ തറയിൽ കിടന്നിട്ടില്ല. അന്ന് ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ അന്ന് ഒരു റെഡ് കളർ പോലെ ഇരിക്കുന്ന ഒരു തറയാണ്. എനിക്കൊന്ന് റെഡ് ഓക്സൈഡ് എന്നങ്ങോട്ടൊക്കെയാണ് പറയുന്നത് അതിന്. അപ്പോൾ ആ ഒരു തറയിൽ ഉറുമ്പെല്ലാം കാണും. രാത്രിയായാലും പകലായാലും ഉറുമ്പ് കാണും. കൺട്രി സൈഡല്ലേ, അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ കിടന്നാൽ ശരിക്കും ഉറുമ്പ് ശല്യം കാണും. അപ്പോൾ നമ്മുടെ പുറത്തും ദേഹത്തുമൊക്കെ ഉറുമ്പ് കയറാറുണ്ട്, നല്ല കൊതുവും കാണും. തറയിൽ കിടന്നാലോ നമുക്ക് ഉറക്കം വരില്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും തൊടാൻ പാടില്ല, കിണറ്റിന്ന് വെള്ളം കോരാൻ പാടില്ല. ആരെങ്കിലും നമുക്ക് വെള്ളം കോരി ഒഴിച്ച് തരും. ഈ കിടക്കുന്ന പായും അതിനോടുള്ള ഷീറ്റും ഇതെല്ലാം ഞങ്ങൾ കുളിക്കുമ്പോൾ നമ്മൾ കഴുകണം. അപ്പോൾ ഇത് കഴുകി ഞങ്ങൾ കൊണ്ടുവന്ന് ഒരു അശയിലിടണം, വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അത് പിറ്റേന്ന് രാത്രി വീണ്ടും നമ്മൾ എടുക്കും. ഈ 4 ദിവസവും നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ പായും ഈ തടിക്കഷ്ണവും ഈ ഷീറ്റുമായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ ഈ 4 ദിവസം നമ്മൾ ഈ തടി കിടക്കുമ്പോൾ നമുക്ക് കഴുത്ത് വേദനയുണ്ടാവും, തറയിൽ കിടന്നതിൻ്റെ നടുവേദനയുണ്ടാവും. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ തറയിൽ കിടക്കേണ്ടി വരിക. ഭയത്തോടു കൂടിയായിരിക്കും കിടക്കുക. ഉറുമ്പ് കടിക്കും, പാറ്റ കടിക്കും, പല്ലി വരും. അപ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ ആ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെ ഭയം ജനിക്കും നമ്മുടെ ഉള്ളിൽ ഇതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ. കാര്യം ഞാൻ ജീവിച്ച ചുറ്റുപാടിൽ, ഞാൻ വളർന്ന ചുറ്റുപാടിൽ പാറ്റയും പല്ലിയും ഒന്നും കാണുന്നില്ലായിരുന്നു, സ്പൈഡർ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. എല്ലാവരുടെ ഇതിലോ പീരീഡ്സ് ആയി. എങ്കിൽ അന്ന് പറയുന്ന വാക്കാണ് തൊട്ടുകൂടായ്മ എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന മുമ്പ് നമ്മൾ ആരെയും തന്നെ തൊട്ടുകൂടാ.
പിന്നെ വേറൊരു കാര്യം, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അന്നത്തെ കാലത്ത് വിളക്ക് വയ്ക്കുന്ന ഒരു റൂം കാണും. ഈ റൂമിൽ കയറാൻ പാടില്ല, വിളക്ക് കത്തിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൂടാ, പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കാൻ പാടില്ല. കുറേ അന്ധവിശ്വാസങ്ങളിൽ കൂടി കടന്നുപോയൊരു കാലഘട്ടമാണ് 1980s എന്ന് പറയുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വളരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇതിലോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അന്നൊന്നും നമുക്ക് ക്ഷേത്രത്തിലും പോകാൻ പാടില്ലായിരുന്നു. 12 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ അനുവാദമുള്ളായിരുന്നു. പിന്നെ അതിൻ്റെ കൂടാതെ നമ്മളൊരു മറ്റുള്ളവരുടെ കണ്ണിൽ ഞങ്ങളൊരു വൃത്തികെട്ട ഒരു വസ്തുവാണ് ഈ പീരീഡ് വരുമ്പോഴെന്ന് പറഞ്ഞ് എല്ലാത്തിന്നും അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടായിരുന്നു. ഇത് വളരെ പെയിൻഫുള്ളായ ഒരു രീതിയായിരുന്നു എനിക്ക് കടന്നു പോകേണ്ടി വന്നത്. പിന്നെ നമുക്ക് അന്ന് പാഡ്സ് വളരെ അപൂർവം മാത്രം കിട്ടുന്നുണ്ടായിരുന്നു. പാഡ്സ് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ തുണി ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ തുണിയെന്ന് പറയുന്നത് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യണം, കഴുകി റീയൂസ് ചെയ്ത് നമ്മൾ കടന്നുപോയ ആ കാലഘട്ടം. ഞാൻ ആ 1980s മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. മനുഷ്യന് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ, അതിൻ്റേതാണ്. അപ്പോൾ ഞാൻ അന്ന് തർക്കിക്കാറുണ്ട്. ഞാൻ പറയും, അങ്ങനെയല്ല, പീരീഡ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകില്ല. അവർ പറയുന്നത് എന്തോ ഒരു വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. ഇന്നത്തെ തലമുറയിലെ ചില ആൾക്കാരും ഈ ഒരു സ്വഭാവം ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നു, ഇപ്പോഴും അവർ പാലിക്കുന്നതുണ്ട് കൺട്രി സൈഡിലൊക്കെ. അപ്പോൾ ഞാനിത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ചില ആൾക്കാരെല്ലാം പറയും, ശരിയാണ്, നമ്മളുടെ നാട്ടിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അവരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നു, അങ്ങനെ പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ പുറത്ത് തന്നെ നിൽക്കണം. എന്തൊരു അവസ്ഥയാണ് സ്ത്രീക്കുണ്ടാവുന്നത് അല്ലേ? വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും കുറവ് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് അല്ലയോ? അത് പറഞ്ഞ് നമ്മൾ ആരെ മനസ്സിലാക്കും? പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ഭാഗ്യവതികളാണ് അല്ലേ? ആർക്കും തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു ഉള്ളിലെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ബാഡ് വസ്തുവാണ്. അപ്പോൾ ആ ബാഡ് വസ്തുവാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബാല്യത്തിൽ. പീരിയഡ് എന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് ജനറേഷനിലോട്ടും ഇവർ പകർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ജനറേഷനിലുള്ള കുട്ടികളോട് ഒരു കാരണവശാലും നമ്മുടെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക. കാര്യം, പീരിയഡ്സ് വന്നില്ലെങ്കിൽ പ്രകൃതിയില്ല, സ്ത്രീയില്ല, ലോഹമില്ല, മനുഷ്യരില്ല. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye and take care. Bye.